ഇനി ഞാൻ ഉഴവൂരിലേക്കാണ് പോണത് കേട്ടോ. എൻ്റെ +2 ഡിഗ്രിയും എല്ലാം ഞാൻ അവിടെയാണ് ചെയ്തത്. എനിക്ക് നല്ല കൂട്ടുകാരെ കിട്ടി, നല്ല വിദ്യാഭ്യാസം കിട്ടി, കൂടാതെ മുൻപോട്ട് ജീവിക്കാൻ ആവശ്യമായ ധൈര്യമെല്ലാം തന്നത് ആ നാടാണ് കേട്ടോ, ഉഴവൂര്. കേരനാരായണന്റെ സ്വന്തം നാട്, മനോഹരമായ നാട്. ഒരുപാട് ഓർമ്മകളാണ് എനിക്ക് ആ സ്കൂളും കോളേജും നൽകിയത്. എന്റെ സുഹൃത്തുക്കളും ഒരുപാട് പേര് ഓരോരോ രാജ്യത്തിരുന്നും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഉഴവൂരിലേക്ക് ഞാൻ പോവുകയാണ് കേട്ടോ. കാറെടുത്ത് മെല്ലെയാണ് നീങ്ങുന്നത്, കാരണം ഇവിടെ നിന്ന് താഴേക്ക് പോകാൻ അല്പം പ്രയാസമുണ്ട്. ഞാൻ കുറച്ചുനാൾ ഇവിടെ ഇല്ലായിരുന്നു, അതിന്റെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വഴിയാകപ്പാടെ തെന്നിക്കിടക്കുന്ന ഒരു അവസ്ഥ, കൂടാതെ ചെറിയ ചാറ്റൽ മഴയുണ്ട്. കുറച്ച് കുണ്ടും കുഴിയൊക്കെ കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞ ദിവസം ഞാനിത് ഈ വഴിയൊന്ന് പാകത്തിനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ ഈ കാറ് ഇത്രയെങ്കിലും ഇറങ്ങി വരാൻ പറ്റുന്നത്. ഉഴവൂരിലെ ഏറ്റവും പ്രശസ്തമായ പേര് തീർച്ചയായും ഡോക്ടർ KR നാരായണന്റേതാണ് കേട്ടോ. ഉഴവൂരിലെ സാധാരണ കുടുംബത്തിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തിയ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ജീവിതം ഏറെ ശ്രദ്ധേയമാണ്. ഇനി പറയാൻ പോകുന്നത് മറ്റൊരാളുടെ പേരാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ചിരിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മഹത് വ്യക്തിത്വമാണ് കേട്ടോ. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഉഴവൂർ വിജയനെ പറ്റിയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. പ്രമുഖ രാഷ്ട്രീയ നേതാവും NCP കേരള സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന വ്യക്തി. 2000 പാലാ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. EJ ലൂക്കോസ് സേലങ്കിൽ മുൻ കേരള നിയമസഭാംഗം. 7ാം കേരള നിയമസഭയിൽ ഏറ്റുമാനൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. സണ്ണി തോമസ് മുൻ ഇന്ത്യൻ ദേശീയ ഷൂട്ടിംഗ് കോച്ച്. അദ്ദേഹം കേരളത്തിലെ ഷൂട്ടിംഗ് രംഗത്ത് ഏറെ ശ്രദ്ധേയനായ വ്യക്തിയാണ്. ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ കോച്ചായും പ്രവർത്തിച്ചിട്ടുണ്ട്. സണ്ണി തോമസിന്റെ പരിശീലന കാലത്ത് ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ ശ്രദ്ധേയമായ മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു നാടിന് ഇത്രയും പ്രശസ്തരായ ആളുകൾ ലഭിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് മറ്റൊന്നുമല്ല കേട്ടോ, ആ നാടിന്റെ വിദ്യാഭ്യാസ രീതിയാണ് കേട്ടോ, ആ നാടിന്റെ വികസന കാഴ്ചപ്പാടുകളാണ് കേട്ടോ. എത്രയോ നാളുകൾക്ക് മുൻപ് ആ നാട്ടിലെ ആളുകൾ വിദേശത്ത് പോയി ജോലി ചെയ്യുകയും താമസിക്കുകയും അവരുടെ ആ അനുഭവങ്ങളും അവരുടെ സമ്പത്തും ആ നാടിന്റെ വികസനങ്ങൾക്ക് കാരണമായി തീർന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി മലയാള സിനിമയിലെ പ്രമുഖ നിർമ്മാതാവും വിതരണക്കാരനുമായ ലിസ്റ്റിൻ സ്റ്റീഫനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അദ്ദേഹം പഠിച്ചതും ഈ കോളേജിലാണ് കേട്ടോ. ലിസ്റ്റിൻ സ്റ്റീഫനൊപ്പവും ഇപ്പോൾ സിനിമയിൽ ശ്രദ്ധേയ കഥാപാത്രം ചെയ്യുന്ന വിനോദ് ബോസിനൊപ്പവും പഠിക്കുവാൻ എനിക്ക് ഭാഗ്യം കിട്ടി കേട്ടോ. അങ്ങനെ പഴയകാല ഓർമ്മകളെ ഒരിക്കൽ കൂടി ഉണർത്തുവാൻ വേണ്ടി ഞാൻ കോളേജിന്റെ പ്രവേശന കവാടത്തിന്റെ മുൻപിലേക്ക് എത്തി കേട്ടോ. എത്തുക മാത്രമല്ല, അവിടെ നിന്നൊരു ഫോട്ടോയും കൂടി പകർത്തി കേട്ടോ. ഇനി ആ പഴയ കാലത്തേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടെയാണ് ഞങ്ങൾ അന്ന് ബസ് ഇറങ്ങിയ പഴയ ബസ് സ്റ്റോപ്പ്. ഇതാണ് കോളേജിന്റെ പ്രവേശന കവാടം. ഇതിൽ കൂടി നടന്നാണ് മുകളിലേക്ക് പോയത്. ഞാനേതായാലും കോളേജിന്റെ അകത്തേക്ക് കയറുന്നില്ല, കുറച്ച് മുകളിലേക്ക് മാത്രം നടക്കാം. ആ പഴയ വഴികളിലൂടെ കുറച്ച് ദൂരം നടന്നിട്ട് ഞാൻ തിരിച്ചു പോയിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ +2 പഠിച്ച സ്കൂളും ഞാൻ കാണിക്കാം കേട്ടോ. കോളേജ് ഉഴവൂർ. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പഠിച്ച കോളേജിൻ്റെ പ്രവേശന കവാടവും കടന്ന് മുകളിലേക്ക് പോവുകയാണ്. ഞാൻ കുറച്ച് പേരുകൾ പറയാം കേട്ടോ. ഞങ്ങളുടെ സ്വന്തം തോമസ് സാറ്, ജോജോ സാർ, അനുരാജ് സാർ, ഇവരെയൊക്കെ ഓർക്കുന്നു കേട്ടോ. കൂടാതെ എൻ്റെ നല്ല സുഹൃത്തുക്കളുണ്ട്, അരുൺകുമാറുണ്ട്, രാഹുൽ PT ഉണ്ട്. മഴ വന്നതുകൊണ്ട് കാറിനകത്തേക്ക് ഓടി കയറി കേട്ടോ. എല്ലാവർക്കും ഹായ്. അതുപോലെ തന്നെ +2 ആദ്യം എൻ്റെ +2 സുഹൃത്തുക്കളുടെ പേരുകൾ പറയുകയാണ് കേട്ടോ. ആദ്യം ഓർക്കുന്നത് ജിജോ ജോയിയാണ്, കുഞ്ഞിത്ത്. പിന്നെ എനിക്കെല്ലാം സപ്പോർട്ടും അന്ന് കുഞ്ഞിത്താണ് കേട്ടോ. കാരണം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എഡിറ്റിങ് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം ഒരു സിനിമയുടെ ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്നത് കുഞ്ഞിത്താണ് കേട്ടോ. ഒരിക്കലും അത് മറക്കില്ല. കുഞ്ഞിത്തിനൊരു വലിയ ഹായ്. പിന്നെ ഉണ്ട് അമൽ ഫ്രാൻസിസ് ഉണ്ട്, സുനു മനോഹർ, ബിപിൻ, അങ്ങനെ കുറേ പേരുകളുണ്ട് കേട്ടോ. കുറേ സുഹൃത്തുക്കളുണ്ട്. സുനുവിന് ഹായ്. ഷാരോൺ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. ഷാരോണും ജിബിനും വലിയൊരു ഹായ്. പിന്നെ നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ നല്ലൊരു സജീവ സാന്നിധ്യമായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് വിനോദ് ബോസിന് ഹായ്. കേവലം ഒരു സാധാരണക്കാരനായ എന്നിൽ ഈ ഉഴവൂര് വലിയ നൊസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ നൽകുന്നത്. ഞാൻ ഈ ഉഴവൂരിൽ കൂടി പോകുമ്പോൾ എനിക്ക് ആ ഒരു പഴയ കാലഘട്ടത്തെ വല്ലാതെ
മിസ് ചെയ്യുന്ന പോലെ തോന്നുന്നു. ഇതാണ് കേട്ടോ എൻ്റെ സ്വന്തം നാട് കുറിച്ചിത്താനം. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ് ഈ നാടിനോടുള്ള എൻ്റെ സ്നേഹം. എൻ്റെ ബാല്യത്തിൽ ഒരുപാട് നല്ല ഓർമ്മകൾ ഈ മണ്ണിലുണ്ട്. ഇതാണ് ഞാൻ പഠിച്ച KR നാരായണൻ LP സ്കൂൾ. ഈ ആൽമരം ഇന്നും അന്നത്തെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നു. അതിന്റെ തണലിൽ കൂട്ടുകാരോടൊപ്പം കളിച്ചിരുന്ന എൻ്റെ ബാല്യം ഇന്നും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഇവിടുത്തെ കടകളും മുതിർന്നവരും കൂട്ടുകാരും എല്ലാവരും എനിക്കെന്നും പ്രിയപ്പെട്ടവർ തന്നെ. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നൊരു ഹായ്. ഈ വ്ലോഗ് മുഴുവനായും കണ്ടവർ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നൽകണം. ഈ വീഡിയോയിൽ നിങ്ങളുടെ ഓർമ്മകളും ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ എന്നോട് പങ്കുവെക്കണമേ. നമ്മുടെ നാടും നമ്മുടെ ബാല്യവും നമ്മുടെ ഓർമ്മകളും എന്നും മനസ്സിൽ ജീവിക്കട്ടെ. താങ്ക്